ഇതൊരു മേക്കപ്പ് വീഡിയോ മാത്രമല്ല, ഒരു ഹെയർ സ്റ്റൈൽ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമേ തന്നെ ഞാൻ ക്രീമും കാര്യങ്ങളും ഇട്ട് പിന്നെ ഒന്ന് കണ്ണെഴുതി ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഡാസിലർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ എൻ്റെ മുഖം ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് പ്രൊഡക്ട്സ് ആണോ യൂസ് ചെയ്യണത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുങ്ങാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മേക്കപ്പും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് ഒരു പൗഡറും കൂടി ഇട്ട് എൻ്റെ മേക്കപ്പ് ഇത് ഫിനിഷ് ആയിട്ടോ, ഒരു പൊട്ടും കൂടി തൊടും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് സെൻറ്ററായിട്ടും വകച്ചിലിടുക. അത് കഴിഞ്ഞ് കുറച്ച് മുടി എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ട് ഇടാതെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് ഇരേണ്ടത്. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇരണം. മുടി കുറവുള്ളവർക്ക്, അതായത് വോളിയം കുറവുള്ളവർക്ക് നന്നായിട്ട് വോളിയം തോന്നിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ജസ്റ്റ് ക്ലിപ്പ് കുത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല പെർഫെക്ഷനായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ മുടി ജസ്റ്റ് ക്ലിപ്പ് ഇടേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ പിന്നിടേണ്ടവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഒന്നും വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വോളിയം തോന്നും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു കമ്മലും കൂടി ഇട്ടതേ. ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സിന് യൂസ് ചെയ്യാം. മറ്റേ ഓണത്തിനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.